ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഒരു കാര്യമല്ല നമ്മളതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണം. അപ്പോഴാണ് ശരിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു നെക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും പ്രധാന മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞും തരുന്നുണ്ട്, കാണിച്ചും തരുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാനും കാണും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ എടുത്ത ലൈനിങ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളറിലുള്ളത് നമ്മൾ മെയിൻ നെക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് പ്രധാനമായിട്ട് നെക്ക് ഇങ്ങനെ മലയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അത് വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി ഇറങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കഴുത്ത് തയ്ക്കുമ്പോൾ ആ ഭാഗത്ത് നമുക്കിങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. അപ്പോൾ നമ്മളിതൊരു ഡെമോ ആയിട്ടാണ് കാണിക്കുന്നത്. കറക്റ്റ് അളവായിട്ടൊന്നല്ല എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും ഇതിനകത്ത് നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കിക്കോളൂ. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ചെറിയ രീതിയിൽ ഒരു 1/2 ഇഞ്ചോളം നമ്മളൊരു സ്ലോപ്പ് ഇടുന്നുണ്ട്. ആ സ്ലോപ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ. അത് എപ്പോഴാണ് കളയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചോളൂ. തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് കഴുത്തൊക്കെ കറക്റ്റ് ലെവലിൽ നിൽക്കും. പിന്നെ കഴുത്ത് ഇങ്ങനെ മലച്ച് പോവുക, അങ്ങനത്തെ ഒരെണ്ണം കയറുക ഒരെണ്ണം ഇറങ്ങുക അങ്ങനത്തെ നിൽക്കുന്ന പരിപാടിയൊന്നും വരില്ല. അപ്പം അങ്ങനത്തെ ഒരു ഗുണം ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോളൂ. രണ്ടും ലൈനിങ് ഇട്ടാണ് കാണിക്കുന്നത്. ലൈനിങ് ഇട്ട് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നമുക്ക് ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ബാക്കിലേക്കും അതേ രീതിയിൽ തന്നെ അതിൻ്റെ തന്നെ ഡെമോ വെച്ചിട്ട് തന്നെ നമ്മൾ സെയിം തന്നെ അതേ അളവിൽ തന്നെ കേട്ടോ നമ്മൾ ബാക്ക് നെക്കും എടുക്കുന്നത്. അപ്പോൾ ആ ഇറക്കവും അതേപോലെ തന്നെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ. ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അവിടെ ഒന്ന് നീക്കി നിർത്തിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് തയ്ച്ച് വരുമ്പോൾ അത് കറക്റ്റായിട്ട് ഈക്വലായിട്ടിരിക്കുള്ളൂ. പിന്നെ തയ്ച്ച ശേഷം നമുക്ക് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുകൾ ഭാഗം കണ്ടില്ലേ, ആ ഷോൾഡർ ഭാഗം നമ്മൾ അങ്ങനെ കളയാണ്ടിരുന്ന കറക്റ്റ് നമുക്ക് വൈഡൊക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മുടെ നെക്കിൻ്റെ വൈഡ് കറക്റ്റ് ആയിരിക്കാൻ നമുക്ക് ഇതിങ്ങനെ ഈ ഒരു ടിപ്പ് ചെയ്ത് നമുക്ക് എളുപ്പമാണ്. വൈഡ് കറക്റ്റായിട്ട് ഈക്വലായിട്ട് തന്നെ ഇരിക്കും. ഒരെണ്ണം കൂടുതൽ ഒരെണ്ണം കുറവായിട്ട് വരാതിരിക്കാനാണ് നമ്മളിപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്തത് കേട്ടോ. പിന്നെ നമുക്ക് അതിന് വേണ്ടിയുള്ള മെയിൻ നെക്ക് നമുക്കതൊന്ന് തുണിയിൽ നിന്ന് ക്ലോത്തിൽ നിന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഓരോന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യത്തെ നെക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പീസ് വെച്ച് നമുക്ക് തയ്ക്കാം. അതിൻ്റെ ഡിസൈൻ മുകളിലേക്ക് വരുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ആ തുണിയുടെ ഡിസൈൻ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ഇനി പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തൊന്നും പിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ 2 3 പിന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ, ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ അധിക സ്ഥലത്ത് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കണം എന്നില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം സ്ഥലത്ത് പിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആകെ ഒരു 3 പിന്നാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കിനും ചെയ്യുന്നത്. ഇത്രയും പിന്നെ മതി നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴുത്തൊന്നും നീങ്ങാതെ തന്നെ ഇരിക്കും. പിന്നെ വേണമെന്നുള്ളവർക്ക് ആ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ഇതുണ്ടല്ലോ, ആ ഭാഗത്ത് വേണമെങ്കിൽ ഒരു ചോക്ക് കൊണ്ട് ഒന്ന് വരച്ച് കൊടുത്ത് ആ ഡ്രോയിലൂടെ തന്നെ നമുക്ക് തയ്ച്ച് പോകാനും എളുപ്പമുണ്ട്. വേണമെന്നുള്ളവർ മാത്രം ഒന്ന് ചോക്ക് കൊണ്ട് എത്ര ദൂരത്തോളം നമ്മൾ തയ്ക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ 1/4 ഇഞ്ചിന് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ വരച്ചിട്ട് കൊടുത്തോളൂ. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ തന്നെ തയ്ക്കാൻ ശ്രമിച്ചാലും അങ്ങനെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ചെയ്യണവർക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ കറക്റ്റ് ഈക്വലായിട്ട് തന്നെ നമുക്ക് തയ്ച്ച് ഒരു രീതിയാക്കി എടുക്കാൻ പറ്റും സ്റ്റാർട്ടിങ്ങിലൊക്കെ. പിന്നെ അല്ലാത്തവർക്ക് അങ്ങനെ തയ്ച്ച് ശീലമായുള്ളവർക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ വന്നോളും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഡയറക്റ്റ്ലി അങ്ങനെ തിരിച്ചെടുക്കാനൊക്കെ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. തയ്ച്ച് വരുമ്പോൾ തിരിക്കണോണ്ടും കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട്.
ഓരോ പ്രാവശ്യം നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ അപ്പോൾ തന്നെ വരുന്ന ബാലൻസ് ഇങ്ങനെ നൂല് നിൽക്കുന്നത് അപ്പോൾ തന്നെ കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ കളയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ തയ്ച്ച എല്ലാ സ്റ്റിച്ചിങ്ങും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും. പിന്നെ ലാസ്റ്റ് പിന്നെ ഏതെങ്കിലും ഭാഗം നമ്മളത് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് കൊടുക്കാൻ വിട്ടു പോവുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലിയ മറ്റുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ചെയ്യണതായിരിക്കും കൂടുതൽ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് വരുത്താതിരിക്കാനായിട്ട് നല്ലത്. ഒന്നിച്ച് അവിടെ നിന്ന് എല്ലാ ഭാഗത്തു നിന്ന് ഇതേപോലെ നൂല് ബാലൻസ് നിൽക്കുന്നത് കട്ട് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സമയം ഒരുപാട് ചിലവാക്കും. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യും, അതൊരു ഓർഡറായി മാറുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇനി ഇടയിൽ അങ്ങനെ ചെറിയ രീതിയിൽ വെട്ടിട്ട് കൊടുക്കണം. ചെരിഞ്ഞ് വെട്ടിടുന്നതാണ് നല്ലത്, അതായിരിക്കുമ്പോൾ കൂടുതൽ നല്ലത്. പിന്നെ നമ്മളിതിങ്ങനെ വെട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തയ്ച്ച വരയുമ്പോൾ കൂടെ കട്ടായി പോവാതെ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ പെർഫെക്ഷൻ പോകും. അപ്പോൾ ഇരട്ടി പണിയാവും. അത് കാരണം കൊണ്ട് ആ ഭാഗം കട്ട് വീഴാത്ത രീതിയിൽ നോക്കണം കേട്ടോ. എന്ന ശേഷം നമ്മൾ തിരിച്ചിട്ട ശേഷം മെയിൻ ക്ലോത്ത്, അതായത് മെയിൻ നെക്ക്, ഫ്രണ്ട് നെക്ക് നമ്മൾ എപ്പോഴും മറിച്ചിട്ട ശേഷം നമ്മൾ പതിച്ചടിച്ച് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ചും കൂടിയും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തയ്ച്ചെടുത്ത് ഫുള്ളായിട്ട് വെക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് അതിന് ചുറ്റും ഒന്ന് തയ്ച്ചെടുക്കാം. വേണമെന്നുള്ളവർക്ക് ആദ്യം ഒന്ന് ലൈനിങ്ങും വെച്ച് പതിച്ചടിക്കാം, അതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് പതിച്ചടിക്കാം. ഇത് ഞാൻ ഡയറക്റ്റിൽ തന്നെ പതിച്ചടിക്കുക ചെയ്യുന്നത് കേട്ടോ, ഫുള്ളായിട്ടുള്ള പതിച്ചടിക്കില്ല ചെയ്യണത്. അല്ലാത്തവർക്ക് ലൈനിങ് അങ്ങോട്ട് പുറത്തേക്ക് നീക്കിയിട്ടിട്ട് അങ്ങനെ ഒന്നുകൂടി തയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നും വരുന്നില്ല, കൃത്യമായിട്ട് തന്നെ നമുക്ക് നെക്കൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാന്ന് വെച്ചാൽ ചിലവരിത് തേച്ചിട്ടാണ് ചെയ്യുക. നമ്മൾ അങ്ങനെ തയ്ക്കാറില്ല, തയ്ക്കണേക്കാട്ടിലും മുമ്പാണ് നമ്മൾ തേച്ചത്. തുണി മെറ്റീരിയൽ ആദ്യം തേച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ട് വരുന്നില്ല. തയ്ച്ച ശേഷം തയ്ക്കുന്നതും ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യമേ തേച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കറക്റ്റ് ഒരു നൂല് വീതിക്ക് കഴുത്തിന് ചുറ്റും തയ്ച്ചെടുക്കുക. ഇങ്ങനെ തയ്ച്ചെടുത്ത ശേഷം നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം അതേപോലെ നമ്മൾ ബാക്കിലും തയ്ക്കണം കേട്ടോ. ഞാൻ ബാക്കിൽ തയ്ക്കുന്നത് ഫുള്ളായിട്ട് ഇതുപോലെ കാണിക്കുന്നില്ല. ഇപ്പോൾ ഒരെണ്ണത്തിലാണ് നമ്മളത് ഫുള്ളായിട്ടും കാണിച്ചു തരുന്നത്. ബാക്കിലേക്ക് തയ്ക്കുക വേറൊരു കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഒപ്പം അറിയാത്തവർക്ക് വേണ്ടി ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ഒരു പ്രാവശ്യം കൂടി മെയിൻ നെക്ക്, ഫ്രണ്ടിലത്തെ മെയിൻ നെക്ക് ഒരു പ്രാവശ്യം കൂടി നമ്മൾ തയ്ച്ചു കൊടുക്കണം. അങ്ങനെ തയ്ക്കുമ്പോഴാണ് ആ കഴുത്തിന് നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ തയ്ച്ച് നിർത്താണ്ട് ഒരു പ്രാവശ്യം കൂടി ഇപ്പുറത്തേക്ക് ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ട് നമ്മളത് തയ്ച്ച് നിർത്തണം. അപ്പോഴാണ് അതിന് കഴുത്തിന് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലത്തെ പണി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ് ഇട്ട് ചുരിദാർ തയ്ക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മളിത് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇനി ബാക്കും കൂടി ചെയ്തെടുക്കട്ടെ. ബാക്കും ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 3 മുട്ടുസൂചി വെച്ച് ചെയ്താൽ മതി കേട്ടോ. അത് ഒരുപാട് മുട്ടുസൂചി ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതേപോലെ തന്നെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളതിനെ നല്ല വശം വരുന്ന രീതിയിൽ ഇങ്ങനെ ഇടണം. നമ്മൾ ആദ്യം മുകളിൽ തയ്യൽ മെഷീൻ ഇട്ടത് നല്ല വശത്തിൻ്റെ തുണിയാണ്. ആ തുണിയുടെ മുകളിലാണ് എന്തിട്ട് ബാക്കിലത്തെ വശം നല്ല വശം അതിൻ്റെ മുകളിലേക്ക് ഇട്ടത്. മനസ്സിലായോ? ഇതാണ് നല്ല വശം. എന്നിട്ട് ബാക്കിലത്തെ നല്ല വശം അതിൻ്റെ മുകളിലേക്കാണ് ഇട്ടത്. അപ്പോൾ പുറത്തേക്ക് കാണുന്ന 2 നല്ല വശങ്ങളും കൂടി ഒരുമിച്ച് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അതിന് ശേഷം നമ്മൾ ബാക്കിലത്തെ നല്ല വശത്തിൻ്റെ ഉള്ളിലേക്ക് ബാക്കിലത്തെ ലൈനിങ് നമ്മൾ ഫ്രണ്ടിനെ കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനെ നമ്മൾ കവർ ചെയ്ത് വെച്ചു പോകും. മനസ്സിലായില്ലേ? ഇപ്പോൾ അതുപോലെയാണ് നമ്മൾ പിടിച്ചത്. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ നമ്മൾ പിടിച്ചത്. അതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സൈഡിലേക്ക് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരുന്നില്ല, ആ ഭാഗത്തേക്ക് 3/4 ഇഞ്ച്, എന്താ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് എടുക്കണമെന്ന് വെച്ചാൽ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് 3/4 ഇഞ്ച് എന്ന രീതിയിലേക്ക് നമ്മൾ സൈഡ് ചെരിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. ചിലവർ ആദ്യമേ കട്ട് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ സ്ലോപ്പ് ഇടുന്നവരുണ്ട്. അങ്ങനെ ഇടുന്ന രീതിയല്ല നമ്മൾ ചെയ്യാറ്. നമ്മൾ തയ്ക്കുമ്പോൾ മാത്രമാണ് സ്ലോപ്പ് ഇട്ട് കൊടുക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ കട്ട് ചെയ്യുന്നതിൽ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ആ രീതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തതുപോലെ കണ്ടോ, ഒരു 1/4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയ രീതിയിലാണ് നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ തയ്ച്ചെടുത്തത്. ഇതേപോലെ നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ. ഫ്രണ്ടാണ് നമ്മൾ ആദ്യം ടേബിളും ഇട്ടത്. അതിന് ശേഷം നമ്മൾ ബാക്കിൻ്റെ നല്ല വശം അതിൻ്റെ മുകളിലേക്ക് വെച്ചത്. ബാക്കിൻ്റെ ലൈനിങ് ആണ് നമ്മൾ എടുത്തിട്ട് ഫ്രണ്ടിൻ്റെ പീസിനെ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം കൂടിയും കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഒരു ഭാഗം തന്നെ ചെയ്ത മറ്റേ ഭാഗം
എങ്ങനെ ചെയ്യാമെന്നൊരു കൺഫ്യൂഷൻ വരുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് അത് കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്തത്. കുറച്ച് പേർക്ക് ഇങ്ങനെ ഈ വീഡിയോ മുന്നേ പറഞ്ഞൊരു ടിപ്പായിട്ട് പറഞ്ഞാൽ ഈ ഭാഗം മനസ്സിലാവേണ്ട കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വെറുതെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളതൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത്. ഇതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ 3/4 ഇഞ്ച് എന്നുള്ള രീതിയിൽ, 1/2 ഇഞ്ച് ടു തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് എൻഡിലേക്ക് വരുമ്പോൾ 3/4 ഇഞ്ച് എന്ന രീതിയിൽ സൈഡിലേക്ക് തയ്ച്ചെടുത്തു. തയ്ക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു കെട്ടിട്ട് തയ്ക്കണം കേട്ടോ. അപ്പോഴാണ് അത് വിട്ടുപോകാതിരിക്കുക. 2 പ്രാവശ്യം തയ്ക്കണം. ഞാൻ ഒരു പ്രാവശ്യമാണ് ഇതിൽ തയ്ച്ച് കാണിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം നമുക്ക് അത്രയും സ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്ന് ഡെമോ കാണിക്കല്ലോ, അതുകൊണ്ടാണ് നമ്മളത് 2 പ്രാവശ്യം ചെയ്യാതിരുന്നത്. നിങ്ങൾ ചെയ്ത് പുറത്തേക്ക് തയ്ച്ച് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ 2 പ്രാവശ്യം ചെയ്യണം. എന്ന ശേഷം വേണം കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അത് വേഗം വിട്ടുപോരും. എന്ന ശേഷം നമ്മളിപ്പോൾ അത് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ ഇനി കാണിച്ചു തരാം. ഇത് ശരിക്കും ഇനി തിരിച്ച് മറിച്ചിടുന്ന രീതിയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് തയ്ച്ച് 2 സൈഡ് ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറിച്ചിടുന്ന രീതി ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ചും സൈഡ് ഭാഗത്ത് നമ്മൾക്ക് അതായത് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ 3/4 ഇഞ്ചും എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അത് തയ്ച്ചെടുത്തത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുത്തത്. ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ ഇനി മറിച്ചിടാൻ പോകണം കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ചും സൈഡിലേക്ക് വരുമ്പോൾ 3/4 ഇഞ്ചും ആണ് നമ്മൾ ചെയ്തത്. അതാണ് നമ്മൾ ഒന്ന് വരച്ച് കാണിച്ചത്. ഇതിന് ശേഷം നമ്മൾ ഇനി മറിച്ചിടുക ചെയ്യുന്നത്. മറിച്ചിടുന്നത് നോക്കിക്കോളൂ. ഇതേപോലെ നമ്മൾ പിടിച്ച് ഒരു വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ സ്റ്റൈലിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷോൾഡർ തയ്ക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ചിങ് സെൻറ്ററുകളിൽ, അതായത് ഷോപ്പുകളിലൊക്കെ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ഫിനിഷിങ്ങും നല്ല പെർഫെക്ഷനും വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യാൻ പഠിക്കുക. സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്വന്തമായിട്ടൊരു ഷോപ്പോ ഇട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് തയ്ച്ച് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വളരെ എളുപ്പമായി മാറും. പിന്നെ നമുക്കിതിനകത്ത് പ്രത്യേകം പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 2ാമത്തെ സൈഡും ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് മറിച്ച് പിടിച്ചിട്ട് കണ്ട ഈ ഒരു ഭാഗം നമ്മൾ ബാക്കിലേക്ക് ആക്കി പിടിക്കണം. എന്ന ശേഷം നമ്മൾ ആ ഭാഗത്ത് പിടിച്ചിട്ട് ഒരു വലിക്കുക ചെയ്യണത്. ഓക്കെ, നമ്മൾ വലിക്കുമ്പോൾ ഏത് ഭാഗത്ത് വെച്ചിട്ട് വലിക്കണമെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതങ്ങനെ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ നമുക്ക് കറക്റ്റായിട്ടിരുന്നു. അതെന്തിനാ ഇപ്പോൾ മടക്കിയെന്ന് മനസ്സിലായില്ല. അത് ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മടക്കിയത്. മനസ്സിലായോ? ആ സൈഡ് ഭാഗം ശരിക്കും മടക്കിയത് കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, ഉൾസൈഡിൽ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നത് പോലെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ആ തുണി മടക്കിയത് ശരിയായി മടക്കാണ്ട് വെക്കുകയാണെങ്കിൽ അതൊരു വീർത്ത് നിൽക്കുന്നത് പോലെ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് കൈകൊണ്ട് ഒന്ന് മടക്കി പിടിച്ച ശേഷം ഒരു വലിക്കണം. അപ്പോൾ 2 സൈഡ് ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിനകത്തൊരു പ്രധാന പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫ്രണ്ടിൽ ക്യാൻവാസ് ഇട്ടിട്ട് തയ്ക്കണം, ബാക്കിൽ ക്യാൻവാസ് ഇടുന്നില്ല. അതായത് നമ്മൾ ക്ലോത്താണ് വെക്കുന്നതെങ്കിൽ അതിന് 2 വ്യത്യാസമുണ്ട് കേട്ടോ. ആ ഒരു കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യണം. ക്യാൻവാസ് ഇടുമ്പോൾ നമ്മൾ 3 ഇഞ്ചാണ് നെക്ക് വൈഡ് എടുക്കണമെങ്കിൽ നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ ക്ലോത്തിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ വൈഡ് നമ്മൾ തുണിയിൽ 2.25 ആക്കി എടുക്കണം. ഒരു 1/4 ഇഞ്ച് കുറച്ചെടുക്കണം. അല്ല എങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കഴുത്തിന് ആ ഒരു 1/4 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, ഒരു നൂല സൈഡ് നമ്മൾ തയ്ച്ച് പോകണമെങ്കിൽ നമുക്ക് 3/4 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ആ കഴുത്തുമ്മ കാണിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1/4 ഇഞ്ചിൽ കറക്റ്റ് തയ്ച്ച് പോകുന്ന ആളൊക്കെയാണെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം ആ രണ്ട് നെക്കിലും തമ്മിലുള്ള വൈഡിൽ വ്യത്യാസം കാണിക്കും. അപ്പോൾ അത് വരുമ്പോൾ നമ്മുടെ സൈഡ് ഷോൾഡർ ഉണ്ടല്ലോ അതിന് അളവിൽ വ്യത്യാസങ്ങൾ വരും. രണ്ട് ഷോൾഡറിൻ്റെ സൈഡിലും ചെറിയ 1/4 ഇഞ്ചിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു നൂലിൻ്റെ ഡിഫറൻസ് 2 സൈഡിലും വരും. അപ്പോൾ 2 സൈഡിലും വരുമ്പോൾ 3/4 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഒരു വ്യക്തിയുടെ ഷോൾഡറിൽ നിന്ന് കുറയും. അത് വരാതിരിക്കാൻ ആ ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ അതാണ് ക്യാൻവാസ് ഇട്ടാലും ക്യാൻവാസ് ഇല്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ ഒരു കാര്യം കൂടി ഫുള്ള് ഇത് വീഡിയോ കണ്ടവർക്ക് മാത്രമേ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് ഈ ഭാഗം പറഞ്ഞത് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഫുള്ളായിട്ട് കാണാത്തൊരു വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു പ്രധാന കാര്യം ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഫുള്ളായിട്ട് കണ്ടവർക്ക് മാത്രമേ ഈ ഒരു കാര്യം ഇതിനകത്ത് നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഇങ്ങനെ ബെല്ലൈക്കൺ ഓൾ എന്നതും കൂടി ഒന്ന് നെക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നെക്ക് വന്നിട്ടില്ലേ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നെക്ക് നമ്മൾ തയ്ക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയി കിട്ടും. ലൈനിങ് ഇട്ട് തയ്ക്കാനും നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ബൈ.